ഇനി അടുത്തതായിട്ട് സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. നല്ല കിഡിലൻ മിമിക്രി ഐറ്റംസുമായിട്ട് ഒരാൾ അവിടെ റെഡിയാണ്. ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. ലെറ്റ്സ് വെൽക്കം ഉനൈസ് ഓൺ ടു ദ ഫ്ലോർ. വെൽക്കം ഉനൈസ്, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ താങ്ക് യു സോ മച്ച്. മിമിക്രി ആണ് ചെയ്യുന്നത് അല്ലേ? ഉനൈസ് എന്ന് മാത്രമാണ് പേര് പറഞ്ഞത്. ഉനൈസ് എവിടത്തുകാരനാണ്? എവിടെന്നാ വരുന്നത്? ഞാൻ കണ്ണൂർ ജില്ലയില് മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്തോണ്ടിരുന്നതാ. അപ്പൊ നാട്ടില് ഞാനും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് മലയാളീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂര് മാട്ടൂലാണ്. നാട്ടിൽ തന്നെയാണ്. നല്ല അടിപൊളി ഫുഡാണ്. എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. സെറ്റാണ്. സാധാരണ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ വേണ്ടി അവിടെ പോകാറുണ്ട്. അതെ, ഇനി നമ്മുടെ മാട്ടൂലൂടെ വന്നിട്ട് മലയാളീസിലെ ഫുഡ് കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലാണ് കൂടുതലും. പിന്നെ മിമിക്രി വെറൈറ്റി ആയിട്ട് ശബ്ദങ്ങൾ പഠിക്കുക. അതുപോലെ ഇപ്പൊ അടുത്തൊക്കെ ആയിട്ട് ഫണ്ടപ്പ് കുറെ ചെയ്തിട്ടുണ്ട്. നമ്മളെ സുരേഷ് ചേട്ടൻ്റെ ഒക്കെ കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. കേക്കിന് പൈസ തന്നിട്ടുള്ളവർ മാത്രം അതൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലാണ്. എനിക്കിപ്പോ അതെ ഫീൽഡിൽ ഞങ്ങളത് പെട്ടെന്ന് ഇത് ചെയ്തു, ഓർത്തെടുത്തു. ആക്ച്വലി ഉനൈസിന്റെ ഫേസിലേക്ക് നോക്കുമ്പോ കാര്യക്കാര് ഏതൊക്കെയോ ആക്ടേഴ്സിന്റെ ഫേസ് കൂടി എനിക്ക് തോന്നുന്നുണ്ട്. ആരുടെ ആണെന്ന് എനിക്ക് അല്ല അത് പറഞ്ഞാൽ പറ്റും. ആരുടെ ആണെന്ന് നീ പറഞ്ഞിട്ടൊന്ന് പോയാൽ വേറെ ആരും പറഞ്ഞിട്ടില്ല. അല്ല ഇതുവരെ ഉനൈസിനോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടൈം പറയുന്ന ആള് മീനാക്ഷിയാണ്. ആണല്ലേ? വെറുതെ പൊക്കരുത്. അല്ല ഞാൻ പറയാം സീരിയസ്ലി, എനിക്ക് എവിടെന്നോ ഒരു കണ്ണ് മാത്രം ഇങ്ങനെ നോക്കട്ടെ. എവിടെന്നോ അത് കണ്ണൂരുള്ളത്. ഡയറക്ടർ മീനാക്ഷിയോട് പറഞ്ഞിട്ടുണ്ടേ എന്തേലും ഒക്കെ പറഞ്ഞ് ഫില്ല് ചെയ്ത് നിന്ന്. അത് ഞങ്ങളെ മൂന്നുപേരെടുത്ത് നടക്കില്ല. എനിക്ക് ഇപ്പൊ തമിഴ്നാട് നാസറിന്റെ ചായയുണ്ട്. നാസർ ഇല്ലേ? എനിക്ക് തോന്നി ഈ ഒരു ഏരിയ വെച്ച് മൂക്കിന്റെ എന്തേലും പറയണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞാണോ? ഉണ്ട് 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 ഉണ്ട്. അങ്ങനെ ഉനൈസ് ആരെയും പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ആരും പറഞ്ഞു. ഇത് എയർ ആയി കഴിയുമ്പോ ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ എത്തി. നമുക്ക് വേണ്ടി എന്താണ് ഇന്ന്? ഞാനിന്ന് കുറച്ച് താരങ്ങളുടെ ശബ്ദം ചെയ്യാം. പിന്നെ വേറെ കാര്യം ചെയ്യുമ്പോ നാസറിന്റെ ചെയ്യരുത്. അത് ചെയ്യുന്നില്ല. അപ്പോ അത് ഫിഗർ അല്ലേ, സൗണ്ട് അല്ല. അപ്പൊ എനിക്ക് ഇത് ചെയ്തിട്ട് ഫണ്ടപ്പിലൂടെ എനിക്ക് മിനിയാന്നാണ് യൂട്യൂബിൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയത്. സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ഇങ്ങനെ ഫണ്ടപ്പ് ഒക്കെയാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഓൺട്രപ്രണർ, ബിസിനസ്മാൻ, സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയ രണ്ടും കൂടെ കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ മല്ലിക ചേച്ചിയുടെ ശബ്ദം കേൾക്കാം. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം. എതിരായി പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ മകളുടെ ഒരു പരിഗണന ഒരു 3 വയസ്സുവരെ കൊടുത്തു, കൊടുത്തു. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. അവന് പൃഥ്വിരാജ് മതി. അയ്യോ പാവം കാരണം ഇവർ തമ്മിലുള്ള വലിയ കമ്പനി. 50 അമ്മക്ക് പറയാനുള്ളത്, അമ്മയുടെ കാലം കഴിഞ്ഞാലും ചേട്ടനും അനിയനും ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. മോന് ഇന്ദ്രനുണ്ട്, രാജുവിന് ഇന്ദ്രനും ഉണ്ട്. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? നാസറിന്റെ ഫിഗർ വെച്ചിട്ട് ചേട്ടനിൽ നമ്മൾ ഈ ഒരു ശബ്ദം ഇത്ര നന്നായിട്ട് എക്സ്പെക്ട് ചെയ്തില്ല. അതുപോലെ അടുത്തത് നമ്മുടെ ആസിഫ് അലി. ഞാനിരിക്കുന്നതല്ലായിരുന്നു, ഇവരെക്കാളൊക്കെ അടിപൊളിയായിരുന്നു. എന്ത് പറയാനാണ് ബോസേ, ആ ഒറ്റ ആക്സിഡന്റ് കൂടിയില്ലേ, ലൈഫ് എന്റെ കയ്യിൽ നിന്ന് പോയി. എന്റെ ബോസേ, ഈ അവസ്ഥയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മൈൻഡ് സെറ്റിന്റെയാണ്. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലുണ്ടല്ലോ, കാറ്റ് കല്ലേലടിച്ചതേ നീ ഇങ്ങനെ നിൽക്കണം. അതുപോലെ അടുത്ത് നമ്മുടെ ഷെയ്ൻ ടോം ചാക്കോ, തല്ലുമാലയിലെ പുള്ളിയുടെ ഒരു ഡയലോഗ്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പഠിക്കാം. അതിന്റെ ചതിക്കുന്ന യുവതലമുറയെ സംരക്ഷിക്കേണ്ട ചോദ്യങ്ങൾക്കാണ്. മനസ്സിലായ ഇവിടെ എന്തെങ്കിലും അവർക്കൊരു ആവശ്യം വരും വിളിക്കാൻ പറ്റുന്നൊരു പരിചയം ഉണ്ടാവണം. എനിക്ക് അത്രേ ഉള്ളൂ. പിന്നെ പിള്ളേരെ നൈസല്ലേ, നമ്മളും നൈസല്ലേ. അടുത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വൈറലായിട്ടുള്ള പോലെ നമ്മുടെ RJ ആയിട്ടുള്ള ജോസഫ് അന്നൻകുട്ടി ജോസ്, പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ്. ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടി ലഭിക്കാൻ ഒരു മനോഹരമായ കാര്യം അവളുടെ സൗഹൃദമാണെന്ന് തോന്നുന്നു. അതിപ്പോ ഭാര്യ രൂപത്തിലാവാം, കൂട്ടുകാരിയാവാം, പെങ്ങളാവാം. സ്ത്രീയുടെ സൗഹൃദത്തിന് അമ്മയുടെ സ്നേഹത്തിന് ഒരു ചായക്ക് ഉണ്ടെന്ന് തോന്നും. അവളുടെ സൗഹൃദം സ്വന്തമാക്കാൻ സാധിച്ചാൽ, അവളുടെ സ്നേഹം സ്വന്തമാക്കാൻ സാധിച്ചാൽ അതൊരാൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. Someone leaves from your life, it's only for someone better to come. Someone leaves from your life,
only for someone better to come. Every breakup is a wake-up call. After all, it's not a breakdown, it's breakup. അതുപോലെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് രഞ്ജി പണിക്കർ സാറ്. Okay. പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ് നമ്മുടെ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ ആ ഒരു മോട്ടിവേറ്റുള്ള ഡയലോഗ്. അതൊന്ന് പറയാം. നീ മടിയനാണ്, നീ എന്തിനാ എന്നെ പോലെ ഞാനില്ലേ? എടാ, ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ നീ ലൈഫിൽ സെറ്റിലാവും. ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ മുന്നോട്ട് പോകും. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായി മുന്നിൽ തുറന്നു കിടക്കും, ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ആയിട്ട്. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. അപ്പോൾ അടുത്തത് മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമയിലെ മമ്മൂക്കയുടെ ഒരു സീന് സ്പോട്ട് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് സ്പോട്ട് അപ്പ് കണ്ടാലോ? കളങ്കാവല്ല മമ്മൂക്ക. നമ്മുടെ ദേഹത്ത് ഒരു കുതന്നിരുന്ന് വെച്ചു ഞാൻ അടിച്ചു കൊല്ലുമ്പോൾ ഒരു സുഖം കിട്ടും. കറി വെക്കാൻ കോഴി കൊല്ലല്ലേ, അപ്പോൾ ഒരു സുഖം കിട്ടും. പക്ഷെ കൊത്താൻ വരുന്ന പാമ്പിനെ അടിച്ചു കൊല്ലുമ്പോൾ അതിൽ കൂടുതൽ സുഖം കിട്ടും. എന്താ കാരണം? റിസ്ക് കൂടുമ്പോൾ സുഖവും കൂടും. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനു കൊല്ലുമ്പോഴെന്ന് അറിയോ? മനുഷ്യനെ കൊല്ലുമ്പോഴാണ്.